Hi, hello, welcome back to our channel, My Cooking Stories. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കാണുമ്പം ഉഴുന്നുവട പോലെ ഇരിക്കും, പക്ഷേ നമ്മളിത് ഉണ്ടാക്കുന്നത് കപ്പ വെച്ചിട്ടാണ്. ഉഴുന്നുവടയേക്കാൾ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വടയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് നേരെ വടേൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇപ്പോൾ കപ്പ വട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ഗ്രാം കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രോസൺ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം, അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുക്കറിലല്ലാതെ വേവിക്കുകയാണെങ്കിൽ അല്ലാതെ അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞാലും മതി. അപ്പോൾ ഞാനിതെന്തായാലും ഇത് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ കപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ ഞാൻ കഴുകിയിട്ട് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഫ്രോസൺ അല്ലാത്ത കപ്പയൊക്കെ എടുക്കുമ്പം അതിൽ നാരുകളുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് കളയേണ്ടി വരും. അപ്പോൾ ഇതാ നന്നായിട്ട് വേവണം കേട്ടോ. ഈ ഒരു കപ്പ ഇത്രയും നല്ല പേസ്റ്റ് ആക്കുന്ന രൂപത്തിൽ നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയും പച്ചമുളകാണ്. അപ്പോൾ ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും എന്തായാലും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് അരിപ്പൊടി വേണം, നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ, സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ആ ഒരു പൊടികളുടെ ഒരു അളവ് കൂട്ടിയാലും മതി. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴക്കണം. ആ ഒരു കപ്പയിൽ ഇങ്ങനെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, എന്നാലും നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതിങ്ങനെ ഉടച്ചു കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഇത് കുഴച്ചെടുക്കാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി സ്മൂത്തായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഉഴുന്നുവടേൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പം കയ്യിൽ കുറച്ച് വെള്ളം ആക്കുകയോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ തടവുകയാണെങ്കിൽ നമുക്കിത് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും.
നമുക്ക് എല്ലാ വടയും ഇതുപോലെ നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പം ഈ ഓയിലിൽ ഒരു ചൂട് ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മുരിഞ്ഞ് കിട്ടും, അതിൻ്റെ കളറ് മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ വെന്തതാണെങ്കിൽ പോലും ആ ഒരു ക്രിസ്പ് നമുക്ക് ശരിക്കും കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലെയിം ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റ് കളറിൽ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല ക്രിസ്പാണിത്. നമ്മൾ ഉഴുന്നുവട കഴിക്കുന്ന അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് അതിൻ്റെ ഒരു പുറം ഭാഗത്തുള്ളത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. സത്യം പറഞ്ഞാൽ ഉഴുന്നുവടേനേക്കാളും ടേസ്റ്റാണെന്ന് പറയാം. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാ വടയും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ വട ഇവിടെ റെഡിയാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ നല്ല ചൂട് ചായൻ്റെ ഒക്കെ ഒപ്പം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സാധാരണ തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിലും അത് ഇട്ടിട്ട് ഈ ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ടെക്സ്ചർ ആയിരിക്കും കാണാലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്